നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് +2 ഫിസിക്സിലെ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ഡെറിവേഷൻസ് ആണ് ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. സോ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ലോഡ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻസിന്റെ ബേസിലായിരിക്കും നമ്മൾ ആൻസർ ചെയ്യുന്നത്, ഈ ഡെറിവേഷൻസ് ചെയ്യുന്നത്. ആക്ച്വലി സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് പോർഷൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടന്റ് പോർഷൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ മുഴുവനായിട്ട് പഠിക്കുകയാണ്. സോ ഈ ഒരു വീഡിയോ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വൃത്തിയായിട്ട് പഠിക്കാം. ഇതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ മെജോറിറ്റി പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ബേസിലാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് പോർഷൻസ് എല്ലാം തന്നെ ഇതിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ എന്റെ കൂടെ തന്നെ പഠിച്ചു പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ഇതില് സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഉണ്ടാവാനുള്ള റീസൺ തന്നെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന പെർട്ടിക്കുലർ മെറ്റീരിയൽസിന്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്. നമുക്കറിയാം, നമുക്ക് നേരത്തെ കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും ആണ് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത്. എന്താണ് കണ്ടക്ടേഴ്സ്? കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. എന്താണ് ഇൻസുലേറ്റേഴ്സ്? ഇൻസുലേറ്റേഴ്സിന് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല, കറണ്ട് കടത്തിവിടാൻ പറ്റില്ല. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്കൊരു പുതിയ ടൈപ്പ് മെറ്റീരിയൽ ലൈക്ക് ജെർമേനിയം, സിലിക്കൺ പോലുള്ള മെറ്റീരിയൽസിനെ കണ്ടുപിടിക്കുന്നത്. അവരുടെ പ്രത്യേകത അവർ സെമി കണ്ടക്ടേഴ്സ് ആണെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് മനസ്സിലാക്കിയ ശേഷം നമുക്ക് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് അത് കണ്ടക്ടറിനും ഇൻസുലേറ്ററിനും ഇടയ്ക്കായിരിക്കും. അതായത് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ വോൾട്ടേജ് കൊടുത്താൽ അതിനനുസരിച്ചായിട്ട് അതിൻ്റെ അത് കണ്ടക്ഷൻ നടക്കും, മീൻസ് കറണ്ട് ഉണ്ടാവും. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വോൾട്ടേജ് കൊടുത്താലും അതിൻ്റെ അകത്ത് കറണ്ട് ഉണ്ടാകില്ല. എന്നാൽ സെമി കണ്ടക്ടേഴ്സ് അങ്ങനെയല്ല. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് വരെ കണ്ടക്ട് ചെയ്യാതിരിക്കുകയും എന്നാൽ ആഫ്റ്റർ എ പെർട്ടിക്കുലർ വോൾട്ടേജ് അത് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിനെ സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ കണ്ടക്ടേഴ്സ് എന്തുകൊണ്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവുന്നത്? അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഫസ്റ്റ് സെക്ഷൻ വരുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ഉള്ള ഏതൊരു ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത് ഡ്രോ എനർജി ബാൻഡ് ഡയഗ്രാം ഓഫ് കണ്ടക്ടേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഇത് പഠിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, എന്താണ് കണ്ടക്ടേഴ്സ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. കണ്ടക്ടേഴ്സിന് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കണ്ടക്ടേഴ്സിന് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത്? ചില മെറ്റീരിയൽസ് ലൈക്ക് മെറ്റൽസ്, ഇപ്പം നമ്മുടെ കോപ്പർ, സിൽവർ, ഇവരൊക്കെ നല്ല കണ്ടക്ടേഴ്സ് ആണ്. കാരണം ഇവരുടെ വാലൻസ് ഇലക്ട്രോണുകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ചെറിയ എനർജി കിട്ടിയാൽ തന്നെ ഫ്രീ ആകാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് പറഞ്ഞത്. അതായത് ടെമ്പറേച്ചറിന്റെ ബേസിൽ തന്നെ അവർക്ക് എക്സൈറ്റേഷൻ നടക്കുകയും അവർക്ക് പ്രോപ്പർ ആയിട്ട് അവസാനത്തെ ഷെല്ലിൽ നിന്ന് പുറത്തേക്ക് വരാനും ഫ്രീ ആയിട്ട് ഇലക്ട്രോൺസിനെ അതായത് ഫ്രീ ഇലക്ട്രോൺസിനെ ഉണ്ടാക്കാനും പറ്റും. അതായത് മൂവ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അവർക്ക് കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. സോ നമ്മൾ ഇനിഷ്യലി എന്താണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ബേസിൽ എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കാനാണ് പറയുന്നത്. നമുക്കറിയാം വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസിന് ഒരു പെർട്ടിക്കുലർ എനർജി ഉണ്ട്. ആ എനർജിയെ ആ വാലൻസ് ഷെല്ലിൽ നിന്ന് ആ വാലൻസ് ഷെല്ലിന്റെ ബോണ്ടിങ്ങിൽ നിന്ന് അതിന് പുറത്തേക്ക് വരണമെങ്കിൽ കൂടുതൽ എനർജി വേണം. സോ അത് പല രീതിയിലാവും അതിന് എനർജി കിട്ടുന്നത്. ലൈക്ക് ടെമ്പറേച്ചർ തന്നെ ഒരു പ്രോപ്പർ എനർജി ആയിട്ട് നമുക്ക് എടുക്കാം. ഇപ്പൊ ടെമ്പറേച്ചറിന്റെ ബേസിൽ തന്നെ എക്സൈറ്റേഷൻ നടന്ന കണ്ടക്ഷനിൽ പങ്കെടുക്കാനുള്ള കഴിവ് ഈ പറയുന്ന മെറ്റൽസിനുണ്ട്. ഇപ്പോൾ പ്രോപ്പർ എനർജി കിട്ടുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യും? വാലൻസ് ഇലക്ട്രോണുകൾ ഫ്രീ ആവുകയും കണ്ടക്ഷനിൽ പങ്കെടുക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് കണ്ടക്ഷനിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഇലക്ട്രോണുകളായിട്ട് മാറാൻ പറ്റും. ദാറ്റ് ഈസ് കോൾഡ് ഫ്രീ ഇലക്ട്രോൺസ്. സോ അങ്ങനെ ഫ്രീ ഇലക്ട്രോൺസ് ഫോം ചെയ്യാൻ പറ്റുന്നവരെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ കണ്ടക്ടേഴ്സിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമുക്ക് കാണിക്കാൻ വേണ്ടി നമ്മളൊരു എനർജി ബാൻഡ് വരയ്ക്കുകയാണ്. ഇതൊരു ഇമാജിനറി ബാൻഡ് ആണ്. ആക്ച്വലി ഒരു ആറ്റത്തിനുള്ളിൽ എന്തില്ല, ഇങ്ങനെ ഒരു ബാൻഡ് സ്ട്രക്ചർ ഒന്നുമില്ല. പക്ഷെ ഇത് നമ്മൾ എനർജിയുടെ ബേസിൽ വരയ്ക്കുന്നതാണ്. ലൈക്ക് നിങ്ങൾക്കറിയാം, എല്ലാ മെറ്റീരിയൽസും ആറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടായത്. എല്ലാ മെറ്റീരിയൽസിന്റെ അകത്തും, അതായത് എവറിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ് ഇസ് മേഡ് അപ്പ് ഓഫ് ആറ്റംസ്. അങ്ങനെയാണെങ്കിൽ ഈ ആറ്റംസ് വെച്ചിട്ടാണ് മെറ്റൽസ് ഉണ്ടായിട്ടുണ്ടായത്. അപ്പൊ മെറ്റൽസിന്റെ പ്രത്യേകത എന്താ? മെറ്റൽസിൽ ആറ്റംസിന് സഫീഷ്യന്റ് എനർജി കിട്ടിയാൽ പെട്ടെന്ന് തന്നെ ബാലൻസ് ഇലക്ട്രോണുകളെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് എനർജി ബാൻഡ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമുക്ക് എനർജീനെ ലൈക്ക് ഒരു ബാൻഡ് പോലെ, ഞാൻ ജസ്റ്റ് ഇപ്പൊ ഇവിടെ വരയ്ക്കുകയാണ്. ഞാൻ ഇപ്പം ഒരു ബോക്സ് പോലെയാണ് വരച്ചത്. ആക്ച്വലി നിങ്ങൾ അത് 2 ബോക്സ് ആയിട്ടാണ് വരയ്ക്കേണ്ടത്. ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാതെ. നമ്മൾ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോണുകളെ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണുകളെ
നമ്മൾ രണ്ട് ബാൻഡുകളായിട്ട് തിരിക്കുന്നു. ഒന്ന് വാലൻസ് ബാൻഡും രണ്ട് കണ്ടക്ഷൻ ബാൻഡും. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ വലിയ ഗ്യാപ്പ് ഒന്നുമില്ല. ഞാൻ തൽക്കാലം ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്ത് വരയ്ക്കാം. ബിക്കോസ് the separation between valence band and conduction band is called energy gap. Forbidden energy band എന്നൊക്കെ പറയും. ഇവിടുത്തെ ഈ എനർജി ഗ്യാപ്പ് സീറോ ആയിരിക്കും. അപ്രോക്സിമേറ്റ്ലി സീറോ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്രോക്സിമേറ്റ്ലി സീറോ ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരു സഫീഷ്യന്റ് എനർജി കിട്ടി കഴിഞ്ഞാൽ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണുകൾക്ക്, വാലൻസ് ബാൻഡിൽ നിങ്ങൾക്ക് അറിയാം വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെയാണ് നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് വിളിക്കുന്നത്. അതിന്റെ എനർജി ലെവൽ പൊതുവെ ഒരു പെർട്ടിക്കുലർ എനർജി ഉണ്ടാവും അവർക്ക് സഫീഷ്യന്റ് ഒരു ചെറിയ എനർജി കിട്ടിയാൽ പോലും അവർക്ക് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷനിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഇലക്ട്രോണുകളായിട്ട് അല്ലെങ്കിൽ വാലൻസ് ബാൻഡിൽ നിന്നും പുറത്തു വരാനും ഫ്രീ ഇലക്ട്രോണുകളായിട്ട് മാറാനും പറ്റും. സോ ഫ്രീ ഇലക്ട്രോണുകളുടെ പ്രത്യേകത എന്താ? അവർക്ക് കണ്ടക്ഷനിൽ പങ്കെടുക്കാം. സോ കണ്ടക്ഷനിൽ പങ്കെടുക്കാൻ പറ്റുന്ന അത്രയും എനർജി ഉള്ള ചെറിയൊരു എനർജി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. സോ അവർ കണ്ടക്ഷൻ ഇലക്ട്രോണുകളായിട്ട് മാറും. സോ ദർ ഈസ് അപ്രോക്സിമേറ്റ്ലി സീറോ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. അതുകൊണ്ട് ഇവരുടെ ഈ ഒരു എനർജി ഗ്യാപ്പ് സീറോ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഇവരെ നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതൊരു ചെറിയൊരു എനർജി കിട്ടിയാൽ പോലും ഇവർക്ക് കണ്ടക്ഷനിൽ പങ്കെടുക്കാൻ പറ്റും. ഇനി എന്താണ് ഇൻസുലേറ്റേഴ്സ്? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നിങ്ങൾ ഇത് രണ്ട് ബോക്സസ് ആയിട്ട് വേണം വരയ്ക്കാൻ. ഞാൻ തൽക്കാലം ഒറ്റ ബോക്സിൽ അങ്ങ് വരച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു വര, ഇവിടെ ഒരു വര. ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണെ. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നതാണ് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്. സോ ആക്ച്വലി നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു ബോക്സ്, ഒരു ബോക്സ്. ഓക്കെ, ഇവിടെ വാലൻസ് ബാൻഡ്, ഇവിടെ കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വലിയൊരു വാല്യൂ ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ പറയുമ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺസിന് എത്ര എനർജി കിട്ടിയാലും അങ്ങോട്ടേക്ക് ചാടി കറക്കാൻ പറ്റത്തില്ല. നമ്മൾ ചില സമയത്ത് പറയും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സെപ്പറേഷൻ ചിലപ്പോൾ ഒരു സിംഗിൾ ലൈൻ ആയിരിക്കും. ഒരു വര കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത രാജ്യമായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ചെറിയൊരു പുള്ള് മതി അല്ലെങ്കിൽ ഒരു പുഷ് മതി അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ. സോ അതാണ് ആക്ച്വലി എന്ത് പറയുന്നത് കണ്ടക്ടേഴ്സ്. അതേസമയം ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സപ്പോസ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണെന്ന് വിചാരിക്കും. ലൈക്ക് ഒരു കടലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അവിടെ നിന്ന് ഒരിക്കലും നമുക്ക് ചാടി അപ്പുറത്തേക്ക് കടക്കാൻ പറ്റത്തില്ല. മീൻസ് എത്ര എനർജി ഉണ്ടെങ്കിലും നമുക്ക് ചാടി അപ്പുറത്ത് കടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോണുകൾക്ക് എത്ര എനർജി കിട്ടിയെന്ന് പറഞ്ഞാലും ഈ ഗ്യാപ്പിനെ ഓവർകം ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിൽ ചെല്ലാൻ പറ്റില്ല. അതായത് കണ്ടക്ഷനിൽ പങ്കെടുക്കാനുള്ള എനർജി അതിന് കിട്ടത്തില്ല. സോ അതാണ് എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. EG ഗ്രേറ്റർ ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയും. അതായത് എനർജി ഗ്യാപ്പ് ഹ്യൂജ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഈ പറയുന്ന നമ്മുടെ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് കണ്ടക്ഷനിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ കാരണം വാലൻസ് ബാൻഡിലെ ഇലക്ട്രോണുകൾക്ക് ഈ സഫീഷ്യന്റ് എനർജി കിട്ടി എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടക്ഷൻ ബാൻഡിൽ എത്താനോ അവർക്ക് കണ്ടക്ഷനിൽ പങ്കെടുക്കാനോ കഴിയില്ല. ഇനി ഈ രണ്ടെണ്ണത്തിന്റെയും ബേസിലാണ് നമ്മൾ മൂന്നാമത്തെ ആളെ പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അറിയാം. സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയം മെറ്റീരിയൽസിനെയാണ് നമ്മൾ കൂടുതലും സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. വേറൊരു ടേപ്പ് വരയ്ക്കാം. സെമി കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സിൽ ഈ ഗ്യാപ്പ് ഭയങ്കര കുറവായിരിക്കും. അതായത് ഈ പറയുന്ന കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഒക്കെ ഉണ്ടാവും, പക്ഷെ ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ലെസ് ദാൻ 3 ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും. അതായത് വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് കണ്ടക്ഷനിൽ പങ്കെടുക്കാൻ പറ്റും എപ്പോ സഫീഷ്യന്റ് എനർജി കിട്ടുമ്പോൾ മാത്രം. അതായത് ഒരു പെർട്ടിക്കുലർ, ഇപ്പൊ സപ്പോസ് ഞാൻ പറയാം ഒരു പെർട്ടിക്കുലർ, ഞാൻ പറയാം രണ്ട് രാജ്യങ്ങളുടെ കേസൊക്കെ പറയാം. ഇപ്പൊ സപ്പോസ് ഇതിനിടയ്ക്ക് ഒരു തോടുണ്ടെന്ന് വിചാരിക്കുക, ചുമ്മാ ജസ്റ്റ് പറയുന്നതാണ്. ഈ തോട് ചാടി കളഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ രാജ്യത്തേക്ക് പോകാമെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എല്ലത്തില്ല. നമുക്കൊരു സഫീഷ്യന്റ് എനർജിയിൽ ജമ്പ് ചെയ്തെങ്കിൽ മാത്രമേ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ. അതായത് അത്രയും എനർജി നമുക്ക് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തോട്ടിൽ വീഴും എന്ന് പറഞ്ഞ പോലെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്നുള്ള ഇലക്ട്രോൺസിന് എന്ത് കിട്ടണം? സഫീഷ്യന്റ് എനർജി കിട്ടണം. സഫീഷ്യന്റ് എനർജി ഇല്ലാത്തിടത്തോളം കാലം ഇവരെന്ത് ചെയ്യില്ല, കണ്ടക്ഷനിൽ പങ്കെടുക്കത്തില്ല. കണ്ടക്ഷനിൽ ചെല്ലാനുള്ള ഇലക്ട്രോൺസിനുള്ള എനർജി കിട്ടില്ല.
സോ സഫീഷ്യന്റ് എനർജി കിട്ടിയാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ഷൻ ബാൻഡിൽ പോവുകയും കണ്ടക്ഷനിൽ പങ്കെടുക്കാനും പറ്റും. സോ ഇവരെയാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് വരെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എനർജി ലെവൽ വരെ ഇത് എന്ത് ചെയ്യില്ല? കണ്ടക്ഷനിൽ പങ്കെടുക്കില്ല. ആഫ്റ്റർ എ പെർട്ടിക്കുലർ വോൾട്ടേജ് ഇതിന് കണ്ടക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളെല്ലാം ആക്ച്വലി സെമി കണ്ടക്ടേഴ്സിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം പല ചിപ്പുകളും ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഡിവൈസസ്, ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസസ് നിങ്ങൾക്കറിയാം അതിനൊരു പ്രോപ്പർ വോൾട്ട് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് 12 വോൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. സോ എന്ന് പറഞ്ഞ പോലെ കണ്ടക്ടേഴ്സിന് എന്താണ് കറണ്ട്സ് നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നതനുസരിച്ച് കറണ്ട് കൂടിക്കൊണ്ടിരിക്കാൻ പറ്റും. ഇൻസുലേറ്റർ എത്ര വോൾട്ടേജ് കൊടുത്താലും കണ്ടക്ട് ചെയ്യില്ല. പക്ഷെ സെമി കണ്ടക്ടേഴ്സിന് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് വരെ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ആഫ്റ്റർ എ പെർട്ടിക്കുലർ വോൾട്ടേജ് അവർ കണ്ടക്ട് ചെയ്യും. ഇതാണ് എനർജി ബാൻഡ് ഡയഗ്രം. സോ എനർജി ബാൻഡ് ഡയഗ്രം എല്ലാത്തിനെയും പഠിച്ചു വെച്ചിരിക്കുക. നമ്മൾ പറഞ്ഞ പോലെ ഇത് വരയ്ക്കുന്ന സമയത്ത് രണ്ടായിട്ട് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഇവിടെ മാത്രം ഇത് മിക്സ് ചെയ്ത് വരയ്ക്കാം, ബിക്കോസ് അതിന് ഗ്യാപ്പ് കുറവായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. സോ ദിസ് ഈസ് കോൾഡ് എനർജി ബാൻഡ് ഡയഗ്രം. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ y ആക്സിസിൽ എനർജിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ ജസ്റ്റ് എനർജി. ഓക്കെ, സോ ഈ ഒരു സെക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, ബിക്കോസ് ഇതിന്റെ ബേസിലാണ് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകുന്നത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടില്ല. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഇയർ ജസ്റ്റ് കൊടുത്തതേ ഉള്ളൂ. പലപ്പോഴും പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ. അതായത് കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ ക്ലാസിഫിക്കേഷൻസ് നിങ്ങൾക്ക് അറിയണം. അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. വിത്ത് reference to semiconductor, answer the following. What is the change in resistance of the semiconductor with increase in temperature? Name the majority charge carriers in n-type semiconductor. What is meant by doping? ഇത്രയും കാര്യങ്ങളാണ് ചോദ്യം. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പോർഷൻസ് എല്ലാം തന്നെ ഇതിൽ പറഞ്ഞു പോകാൻ പോവാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഉള്ള പോർഷൻസ് എല്ലാം നമ്മൾ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് സെമി കണ്ടക്ടർ എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സെമി കണ്ടക്ടറിന് ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് വരെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കില്ല. ആഫ്റ്റർ എ പെർട്ടിക്കുലർ വോൾട്ടേജ് അതിന് കണ്ടക്ട് ചെയ്യാൻ പറ്റും. സോ സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും തിരിക്കാം. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും രണ്ടായിട്ട് തിരിക്കാം. സോ എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ? പ്യുവർ സെമി കണ്ടക്ടേഴ്സ് ആർ കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. പ്യുവർ സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്. പ്യുവർ മീൻസ് എന്താണ്? പ്യുവർ മീൻസ് ലൈക്ക് നമ്മളുടെ ജെർമേനിയം, സിലിക്കൺ, ഇതിന്റെയൊക്കെ ക്രിസ്റ്റലുകളുണ്ട്, പ്യുവർ ക്രിസ്റ്റൽസ്. ഇതിനാണ് നമ്മൾ ഇൻട്രിൻസിക് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പൊ സപ്പോസ് ഞാൻ സിലിക്കൺ ആണ് എടുക്കുന്നത്. സിലിക്കൺ ഞാൻ എടുക്കുവാണെങ്കിൽ സിലിക്കൺ എന്ന് പറയുന്ന നമ്മളുടെ മെറ്റീരിയലിന്, സെമി കണ്ടക്ടർ മെറ്റീരിയലിന്, സിലിക്കൺ നമുക്കറിയാം കാർബണിന്റെ ഗ്രൂപ്പാണ്. അപ്പൊ അതിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആയിരിക്കും. അപ്പോ സിലിക്കണിൽ ക്രിസ്റ്റൽ ഫോം ചെയ്തിരിക്കുന്നത് ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും കോവാലന്റ് ബോണ്ട് വഴി, ഷെയറിങ് വഴിയായിരിക്കും ഇലക്ട്രോൺസ് ബോണ്ടിൽ പങ്കെടുത്തിട്ടുണ്ടാവുക. ഇതാ ഇങ്ങനെ ഓരോ സിലിക്കണിനും 4 ഇലക്ട്രോൺ വീതം ഉണ്ടാവും. അത് ഒരു സിലിക്കൺ സപ്പോസ് പറഞ്ഞത് ഞാൻ വൈറ്റ്, നമ്മുടെ മെയിൻ ആളെ നമ്മൾ വൈറ്റ് വെച്ച് കാണിക്കുകയാണെങ്കിൽ, സോ ഈ വൈറ്റ് എല്ലാം ഒരു സിലിക്കണിനാണ്, വാലൻസി 4 ആണ്. അപ്പൊ ബാക്കിയുള്ള സിലിക്കൺസും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടാണ് ഈ ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ഈ ഒരു സ്ട്രക്ചറിനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മെറ്റീരിയലിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് കണ്ടക്ഷൻ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കും, ബട്ട് ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ, തെർമൽ അജിറ്റേഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ടെമ്പറേച്ചറിന്റെ ബേസിലാണ് ആക്ച്വലി അതിൻ്റെ അകത്ത് എന്ത് നടക്കുന്നത്? കണ്ടക്ഷൻ നടക്കുന്നത്. ടെമ്പറേച്ചറിന്റെ ബേസിൽ മീൻസ് എനർജി കൂടുന്നതനുസരിച്ച്, നമുക്കറിയാം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇതിനകത്തെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾക്ക് കുറച്ച് എനർജി കിട്ടുകയും അവിടെ നിന്ന് അവർ എന്ത് ചെയ്യും? സഫീഷ്യന്റ് എനർജി കിട്ടിയാൽ കുറച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? കണ്ടക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർ ഫ്രീ ആവും. വാലൻസ് ഷെല്ലിന്റെ ബോണ്ടിനെ ഓവർകം ചെയ്തുകൊണ്ട് അവർ ഫ്രീ ആവും. അങ്ങനെ ഫ്രീ ആവുമ്പോൾ ഇപ്പൊ സപ്പോസ് ഞാൻ പറയാം ഈ വൈറ്റ്, ഈ ഇലക്ട്രോൺ ഫ്രീ ആയി കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഈ ലാറ്റിസിലേക്ക് ഇറങ്ങും. അവിടെ ഒരു ഇലക്ട്രോൺ ഫ്രീ ആയിട്ടുണ്ട്. എവിടെ നിന്നാണോ ഒരു ഇലക്ട്രോൺ പോകുന്നത് അവിടെ ഒരു ഹോൾ ജനറേറ്റ് ചെയ്യും. സോ ദിസ് ഈസ് എ ഹോൾ. സോ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ആണ് അവിടെ ജനറേറ്റ് ആവുന്നത്. അതായത് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ആണ് അവിടെ ഉണ്ടാകുന്നത്. സോ ഇലക്ട്രോണും ഹോളും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സപ്പോസ് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച്, ഇപ്പൊ ഞാൻ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ വരച്ചിട്ടുള്ളൂ.
ഇങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആറ്റംസ് അതിൻ്റെ അകത്തുണ്ട്. അപ്പം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അതിന് എന്ത് സംഭവിക്കും? അവിടെ ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. സപ്പോസ് ഞാൻ പറയുവാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ എൻ എന്നും നമ്പർ ഓഫ് ഹോൾസിനെ എൻ എച്ച് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രിൻസിക്കിലുള്ള ടോട്ടൽ കണ്ടക്ഷനിൽ പങ്കെടുക്കുന്ന നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ഈസ് എൻ ഇ ഇൻറ്റു എൻ എച്ച്. അതായത് ഇതിന് രണ്ടിന്റെയും കൂടെ പ്രൊഡക്റ്റ് ആയിരിക്കും എൻ ഐ സ്ക്വയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ ഐ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എൻ ഇ ഇൻറ്റു എൻ എച്ച് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ടെമ്പറേച്ചറിന്റെ ബേസിലാണ് കണ്ടക്ഷൻ നടക്കുന്നത്. നമുക്കിത് എപ്പോഴും നമുക്ക് റിലയബിൾ അല്ല. ആക്ച്വലി നമ്മൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരു മെറ്റീരിയൽ കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പ്രാക്ടിക്കലി പോസിബിൾ അല്ലത്. സോ അതുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റിലേക്ക് പോകുന്നത്, വിച്ച് ഈസ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. എന്താണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ? ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സ് ആർ കോൾഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ എന്താണ് ഡോപ്പിംഗ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. സോ ഡോപ്പിംഗിലേക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഇറ്റ് ഈസ് ഡോപ്ഡ് സെമി കണ്ടക്ടർ. ഞാൻ റൈറ്റ് സൈഡിൽ ജസ്റ്റ് എഴുതുവാണ് ഇതിന്റെ കണ്ടിന്യൂഷൻ. ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ കമന്റ് ചെയ്യാം. പറ്റുന്ന പോലെ ഞങ്ങൾ അതിന്റെ ആൻസർ ചെയ്യുന്നതായിരിക്കും. ആൻസർ ഉറപ്പായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഡൗട്ട്സ് കമന്റ് ചെയ്യാം. സോ നമുക്ക് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഞാൻ വേറെ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഇലക്ട്രോണിക് ഡിവൈസസ് കൂടുതലും തിയറി ബേസ്ഡ് ചാപ്റ്റർ ആയതുകൊണ്ട് കൂടുതലും തിയറീസ് നന്നായിട്ട് പഠിക്കുക. പ്രോബ്ലംസ് ഒക്കെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ബട്ട് റേ ഒപ്റ്റിക്സ്, വേ ഒപ്റ്റിക്സ്, ഡ്യുവൽ നേച്ചർ, അതുപോലെ തന്നെ AC, EMI ഇതുപോലുള്ള ചാപ്റ്ററുകളിലൊക്കെ നല്ലപോലെ പ്രോബ്ലംസ് ഉണ്ട്. ഫസ്റ്റ് സെക്ഷൻസിലൊക്കെ നല്ലപോലെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ന്യൂമറിക്കൽസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. സോ ന്യൂമറിക്കൽസ് മാത്രമായിട്ട് നമ്മൾ വേറെ സെക്ഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞു ഓൾറെഡി. അത് ഞാൻ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, പ്രീവിയസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ട്. അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, ആ ക്വസ്റ്റ്യൻസിന്റെ ബേസിൽ ആ ചാപ്റ്ററിലെ എൻറ്റയർ കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ആ ഒരു ഡിസ്കഷനിൽ തന്നെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ചാപ്റ്ററിന്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അതായത് എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാവുന്ന രീതിയിൽ, നല്ല മാർക്ക് വാങ്ങിക്കാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിന്റെ കൺസെപ്റ്റുകൾ റെഡിയാക്കി എടുക്കാൻ പറ്റും. സോ ബാക്കിയിലേക്ക് പോകാം. സോ ഇവിടെ സെമി കണ്ടക്ടർ ഡിവൈസസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് ഡോപ്പിംഗ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വാട്ട് യു മീൻ ബൈ ഡോപ്പിംഗ്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ഒരു ഇംപ്യൂരിറ്റീനെ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ഇംപ്യൂരിറ്റി ഉണ്ട്. ഒന്ന് നമ്മൾ ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി എന്ന് പറയും. അതായത് നമ്മളുടെ 14th ഗ്രൂപ്പിൽ നിന്ന് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന 13th ഗ്രൂപ്പ്, അവരെ നമുക്ക്, അതായത് +3 കൊടുക്കുന്ന ട്രൈവാലന്റ് ഉണ്ടാവും. പെന്റാവാലന്റ് എന്ന് പറഞ്ഞിട്ട് +5 ഉള്ള ആൾക്കാരും ഉണ്ടാവും. +3 ഉണ്ട്, +5 ഉണ്ട്. ഓക്കെ, so this is trivalent, this is pentavalent. ഇംപ്യൂരിറ്റീസ് രണ്ട് രീതിയിലുണ്ട്, ട്രൈവാലന്റും പെന്റാവാലന്റും. +3 +5 എന്ന് ഞാൻ പറഞ്ഞു. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ നോക്കുവാണെങ്കിൽ അലൂമിനിയം പോലുള്ള ആൾക്കാരാണ് നമ്മളുടെ +3 വരുന്നത്. ഫോസ്ഫറസ് ഒക്കെയാണ് +5 വരുന്നത്. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റ് കാണിക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഇതിനകത്ത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. നമ്മുടെ ക്വസ്റ്റിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എൻ ടൈപ്പ് പറയുന്നത്. ഇപ്പോൾ ഒരു സിലിക്കൺ ക്രിസ്റ്റൽ ലാറ്റിസ്, അതിലേക്ക് നമ്മൾ പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആ പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി ലൈക്ക് ഫോസ്ഫറസിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഫോസ്ഫറസ് ആ ലാറ്റിസിൽ സിലിക്കന്റെ പ്ലേസിലേക്ക് വരും. ലൈക്ക് എല്ലാവരും അല്ല, സിലിക്കണിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഇംപ്യൂരിറ്റിയുടെ അളവിനനുസരിച്ച് ഇവിടെ കയറുന്ന ഫോസ്ഫറസ് ആറ്റംസിന്റെ എണ്ണം മാറും. എങ്കിലും ഫോസ്ഫറസിന്റെ അത് 5 ഇലക്ട്രോണുകളാണുള്ളത്. സിലിക്കണുമായിട്ട് ആക്ച്വലി ഈ ഫോസ്ഫറസ് എന്ത് ചെയ്യും? ബോണ്ടിങ്ങിൽ പങ്കെടുക്കും. അങ്ങനെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഈ ഫോസ്ഫറസിന് അവിടെ കൊടുക്കാൻ പറ്റുന്നത് 4 ഇലക്ട്രോണുകളാണ്. ഇതാ ഈ പിങ്ക് വെച്ച് ഞാൻ കാണിച്ചിരിക്കുന്ന ഫോസ്ഫറസിന്റെ ഇലക്ട്രോൺസ് ആണ്. അതേസമയം സിലിക്കണ് വൈറ്റ് 4 ഷെയർ ചെയ്തു. അതായത് സിലിക്കണ് 4 ഉള്ളൂ, 4 ഫോസ്ഫറസിന്റെ 4 ബോണ്ടിങ്ങിൽ പങ്കെടുത്തു. പക്ഷേ ഫോസ്ഫറസിന്റെ ഒരു ഇലക്ട്രോണിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ബോണ്ടിങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ല. അവിടെ ഒരു ഇലക്ട്രോൺ ഫ്രീ ആയിട്ടുണ്ടാവും. ദിസ് ഈസ് കോൾഡ് എ ഫ്രീ ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ അവിടെ ലാറ്റിസിൽ എക്സ്ട്രാ ആയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരുപാട് ഫോസ്ഫറസ് ആറ്റംസ് അവിടെ നമ്മൾ ഡോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം
സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിളിന് പറയുവാണ്, എക്സാമ്പിളിന് വേണ്ടി മാത്രം ഒരു 10 lakhs എന്ന് ഞാൻ ജസ്റ്റ് ചുമ്മാ പറയുക. അങ്ങനെയാണെങ്കിൽ അത്രയും ഫ്രീ ഇലക്ട്രോൺസ് അവിടെ ഉണ്ടാവില്ലേ? അതായത് നോർമലി നമ്മുടെ ഇൻട്രിൻസിക്കിൽ തെർമൽ അജിറ്റേഷൻ വഴി ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടാവാറുണ്ട്. ഇലക്ട്രോൺ ഹോൾ പെയേഴ്സിന്റെ ബേസിലുള്ള ചെറിയ കണ്ടക്ഷൻ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ നമ്മൾ ഒരു പെന്റാവലന്റ് ഇമ്പ്യൂരിറ്റിനെ ആഡ് ചെയ്തിട്ട് ആ പെന്റാവലന്റ് ഇമ്പ്യൂരിറ്റിയുടെ ബേസിൽ ഇലക്ട്രോൺസ് ഫ്രീ ആവുകയാണ് ചെയ്തത്. അപ്പൊ ഇലക്ട്രോൺസ് കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ലാറ്റിസിന് എക്സ്ട്രാ നെഗറ്റീവ് ചാർജ് ആണ് ഉണ്ടാവുക. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. എൻ മീൻസ് നെഗറ്റീവ് ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഓർത്തിരിക്കുക, എൻ ടൈപ്പ് സാധാരണ രീതിയിൽ പെന്റാവാലന്റ് ആഡ് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുന്നത്. അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഇലക്ട്രോൺസ് ആണ്. മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ എന്താണ് മൈനോറിറ്റി കാരിയേഴ്സ്? അങ്ങനെ ഒരു വാക്ക് കൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ നോക്ക്, ഇത് എന്താന്ന് പറഞ്ഞാൽ ഒരു സെമി കണ്ടക്ടർ ആണ്. ടെമ്പറേച്ചറിന്റെ ബേസിൽ ഇതിനുള്ളിൽ നിന്ന് എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് പുറത്തേക്ക് ചാടാറുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ഹോൾ ഇലക്ട്രോൺ പെയേഴ്സ് ഈ പറയുന്ന തെർമൽ അജിറ്റേഷൻ വഴി ഉണ്ടാവുമ്പോൾ അവിടെ ഒരു ഹോൾസ് ഉണ്ട്, അല്ലെങ്കിൽ ഹോൾസ് കുറെ ഉണ്ടാവുന്നുണ്ട്, നോർമൽ ഇൻട്രിൻസിക്കൽ ഉണ്ടായതുപോലെ തന്നെ. സോ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ഹോൾസും അവിടെ ഉണ്ട്. മൈനോറിറ്റി കാരിയേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ഷനിൽ പങ്കെടുക്കാൻ പറ്റും. ഹോൾസിനും മൂവ്മെന്റ് പോസിബിൾ ആണ്, ഇലക്ട്രോൺസിനും മൂവ്മെന്റ് പോസിബിൾ ആണ്. ഹോൾസ് സാധാരണ ഇത് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഇവിടെ ഒരു ഹോൾ പൊസിഷൻ ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ഹോൾ ഇങ്ങോട്ടേക്ക് മാറും. അതായത് ഒരു പ്ലേസ്, ഒരു സീറ്റ് ആണെന്ന് വിചാരിക്കാം, കുറെ പേര് ഫിൽ ആയിട്ടിരിക്കും. അപ്പോൾ ഒരിടത്തു നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ വേറൊരാൾക്ക് അങ്ങോട്ടേക്ക് കയറിയിരിക്കാൻ പറ്റും. അപ്പൊ എവിടെ നിന്നാണോ അയാൾ കയറിയിരുന്നത് അവിടെ ഒരു ഹോൾ ഉണ്ടാവും, മീൻസ് അവിടെ ഒരു വേക്കന്റ് സ്പേസ് ഉണ്ടാവും. ദീസ് വേക്കന്റ് സ്പേസസ് ആർ കോൾഡ് ഹോൾസ്. അതിന്റെ ചാർജ് പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. യെസ്. നെക്സ്റ്റ് വൺ, പി ടൈപ്പ് സെമി കണ്ടക്ടർ. എന്താണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ? പി ടൈപ്പ് സെമി കണ്ടക്ടർ പറയാൻ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ അങ്ങോട്ടേക്ക് മാറ്റുവാണ്. പി ടൈപ്പ് സെമി കണ്ടക്ടർ. പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാവുന്നത് നമ്മളൊരു ട്രൈവലന്റ് ഇമ്പ്യൂരിറ്റി കൊണ്ട് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ ഡോപ്പ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ഒരു അലൂമിനിയത്തിനാണ് എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. അലൂമിനിയം, സിലിക്കൺ, 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 സിലിക്കൺ. നിങ്ങൾക്ക് ഒരു ലാറ്റിസ് ഫുൾ ആയിട്ട് വരയ്ക്കാം, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ടൈമിന്റെ കുറവുള്ളത് കൊണ്ട് ഇത്രയും മാത്രം വരയ്ക്കുന്നുള്ളൂ. ജസ്റ്റ് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇത്രയും വരച്ചാൽ മതി എക്സാമിനൊക്കെ. ലൈക്ക് ഇങ്ങനെ നമ്മുടെ സ്ട്രക്ചർ വരുന്നു. ലൈക്ക് നമ്മളുടെ അലൂമിനിയം ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്നു. അലൂമിനിയത്തിന്റെ 3 ഇലക്ട്രോൺസ് സിലിക്കന്റെ 3 എണ്ണമായിട്ട് ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നു. എന്നാൽ 4ാമത്തെ സിലിക്കണിന് കൊടുക്കാൻ അലൂമിനിയത്തിന്റെ കയ്യിൽ ഇലക്ട്രോൺ ഇല്ല. അപ്പൊ അവിടെ ഒരു വേക്കന്റ് സ്പേസ് ആണ് എക്സ്ട്രാ ഉണ്ടാവുക. ദിസ് വേക്കന്റ് സ്പേസ് ഇസ് കോൾഡ് ഹോൾ. അപ്പൊ അവിടെ ഒരു എക്സ്ട്രാ ഹോൾ ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 ലക്ഷം അലൂമിനിയം പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡോപ്പൻസ് ഉണ്ടെങ്കിൽ അവർ ആക്ച്വലി അതിൻ്റെ അകത്ത് ജസ്റ്റ് ഡോപ്പിംഗ് നടത്തുന്ന സമയത്ത് 10 ലക്ഷം എക്സ്ട്രാ ഹോൾസ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതായത് മറ്റേ സിലിക്കണ്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നതാണ് കേട്ടോ. സിലിക്കന്റെ ബാലൻസിൽ ഓൾറെഡി അവിടെ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത അലൂമിനിയത്തിൽ ബോണ്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഒരു ഹോൾ ഉണ്ട്, അതായത് ഒരു വേക്കന്റ് സ്പേസ് ഉണ്ട്. അപ്പൊ ബോണ്ടിങ് പങ്കെടുക്കാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഫ്രീ ആണ്. സോ ഇത് ഇവിടേക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറെ സ്പേസസിൽ നിന്ന് ഇലക്ട്രോൺസിന് വരാൻ പറ്റും. അപ്പൊ ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഹോൾസ് മൂവ് ചെയ്യും. സോ ഇവിടെ ഹോൾസിന്റെ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇതിനെ പി ടൈപ്പ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ടൈപ്പിനെയാണ് നമ്മൾ പി ടൈപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് ഉപയോഗിക്കുന്നത്. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതാണ് പി ടൈപ്പും എൻ ടൈപ്പും. ഈ പി ടൈപ്പിന്റെ എൻ ടൈപ്പിന്റെയും കോമ്പിനേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. സോ നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുന്നത് പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണ്. അതിനുശേഷമാണ് റെക്ടിഫയറിലേക്ക് പോവുക. സോ നമുക്ക് നേരെ പി എൻ ജംഗ്ഷൻ ഡയോഡ് കൂടെ പഠിക്കാം. ഓക്കെ, എന്താണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാൻ ഓൾറെഡി പറഞ്ഞു, പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഡയോഡ് മീൻസ് രണ്ടെണ്ണം ഉള്ളത് കൊണ്ടാണ് ഡൈഓഡ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു പി ടൈപ്പ് സെമി കണ്ടക്ടറിനെയും അല്ലെങ്കിൽ പി ടൈപ്പ് മെറ്റീരിയലിനെയും ഒരു എൻ ടൈപ്പ് മെറ്റീരിയലിനെയും, പടം വരയ്ക്കുന്നതൊക്കെ ഞാൻ ജസ്റ്റ് വരയ്ക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ, ഞാൻ കമന്റ് ആൻസർ ചെയ്തോളാം.
പി ടൈപ്പിൽ മെജോറിറ്റി ഉള്ളത് ഹോൾസ് ആണ്. സോ ഹോൾസിന് ഞാൻ പോസിറ്റീവ് എന്ന് കാണിക്കുവാണ്. സോ ഒരുപാട് ഹോൾസ് ഉണ്ട്. എന്നാൽ ഹോൾസ് മാത്രമല്ല അവിടെ ഉള്ളത്, മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ഇലക്ട്രോൺസും അവിടെ ഉണ്ട്. കുറച്ച് ഇലക്ട്രോൺസിന് ഇവിടെ കാണിക്കും. ഇനി നെഗറ്റീവ് സൈഡിൽ, അതായത് എൻ സൈഡിൽ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്. എന്നാൽ ഇലക്ട്രോൺസ് മാത്രമല്ല, അവിടെ ആരുണ്ട്? ചെറിയ അളവിൽ നമ്മളുടെ ഹോൾസും ഉണ്ട്. ഓക്കെ, പോസിറ്റീവ്. സോ ഇവരെ രണ്ടുപേരെയും കൂടെ ആക്ച്വലി നിങ്ങൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കൂ, ഫസ്റ്റ് കമ്പൈൻ ചെയ്യുന്ന ആ ഒരു മൊമെന്റിൽ ഇവിടെ നിന്ന് ഹോൾസ് ഇങ്ങോട്ടേക്കും ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യും. ഓക്കെ, ഇത് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് നെഗറ്റീവിന്റെ അടുത്തേക്കും നെഗറ്റീവ് പോസിറ്റീവിന്റെ അടുത്തേക്കും നിങ്ങൾ മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. സോ ഈ ഒരു സമയത്ത് ഫസ്റ്റ് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് പോസിറ്റീവ് ചാർജുകൾ ലെഫ്റ്റിലാണ് നമ്മൾ പി എടുത്തിരിക്കുന്നത്. പിയിൽ നിന്നും എന്നിലേക്കും എന്നിൽ നിന്ന് പിയിലേക്കും മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവര് മൂവ് ചെയ്ത് ഇവിടെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ആ മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ശേഷം ഇവർ കമ്പൈൻ ചെയ്ത ശേഷം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പൈൻ ചെയ്തിട്ട് ദാ ഇവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യും. അങ്ങോട്ടേക്ക് മൂവ് ഞങ്ങൾ അപ്പുറത്തേക്ക് കടന്നു, ഇനി നിങ്ങൾ ആരും വരണ്ട എന്നുള്ള രീതിയിൽ അവർ അവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യും. ഇവിടേക്ക് നെഗറ്റീവ് ചാർജുകൾ ഇവിടെ വരും, പോസിറ്റീവ് ചാർജുകൾ ഇപ്പുറത്തും വരും. സോ ഇങ്ങനെ വരുമ്പോഴത്തേക്കും പോസിറ്റീവും നെഗറ്റീവ്, അതായത് ഈ പോസിറ്റീവുകൾ ഈ ഫർദർ പോസിറ്റീവുകളുടെ മൂവ്മെന്റിനെ റിപ്പൽ ചെയ്യും, ഈ നെഗറ്റീവ് ഫർദർ മൂവ്മെന്റ് ഓഫ് ദിസ് ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്യുകയും ചെയ്യും. അതായത് ഇവിടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ഫർദർ മൂവ്മെന്റിനെ തടയും, ഓപ്പോസ് ചെയ്യും. സോ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് മൂലം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. ഈ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഈ ബാരിയർ, ഇവിടെ ഒരു ബാരിയർ ഉണ്ടാകുന്നതിന്റെ കാരണം ഇത് തമ്മിലുള്ള ഡിഫ്യൂഷൻ മൂലമാണ്. ഇത് രണ്ടും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നു, ഇവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ബാരിയർ. പൊട്ടൻഷ്യൽ ബാരിയർ. സോ ഇങ്ങനെ ഒരു ബാരിയർ അവിടെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ ഫർദർ ഡിഫ്യൂഷൻ എന്ത് ചെയ്യുകയാണ്? സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാരണം ഈ ബാരിയർ മൂലം ഇവർക്ക് ഇങ്ങോട്ടേക്ക് കടക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം പോയവർ അവിടെ ഒരു മതിൽ കിട്ടുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി. അത് ഫസ്റ്റ് പോയ അവിടുന്ന് വന്നവർ ഇവിടുന്ന് വന്നവരും അവർ തമ്മിൽ ഒരു ജോയിന്റ് ഫാമിലി ആയി. അവരെല്ലാം കൂടെ അങ്ങോട്ട് ബാക്കി പോകുന്ന ആൾക്കാർക്കുള്ള ഒരു തടസ്സമായിട്ട് അവിടെ ഒരു മതിൽ കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. അത് ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് ഫർദർ ഡിഫ്യൂഷൻ പോസിബിൾ അല്ല. ഇപ്പോ നിലവില് ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ബാരിയർ ക്രിയേറ്റ് ആവുന്നു, ഫർദർ മൂവ്മെന്റ് തടയുന്നു. സോ ദിസ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ ബാരിയർ. ഇനി ഈ പൊട്ടൻഷ്യൽ ബാരിയർ ക്രിയേറ്റ് ആയി അവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ പി ടൈപ്പ് മെറ്റീരിയലുകൾ ഉണ്ട്, അപ്പുറത്ത് എൻ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്. സോ ഇലക്ട്രോൺസും ഹോൾസും മെജോറിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ നമുക്ക് ഇവിടെ കിട്ടി. ദിസ് ഈസ് കോൾഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഇതിനെ നമ്മൾ സിംബോളിക്കലി റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിൽ ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് നമ്മൾ പി എന്നും ഈ വരെയുള്ള സൈഡ് നമ്മൾ എൻ എന്നും റെപ്രസെന്റ് ചെയ്യും. ഇങ്ങനെയാണ് പി എൻ ജംഗ്ഷൻ ഡയോഡിനെ അല്ലെങ്കിൽ പി എൻ ഡയോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡയോഡിന് രണ്ട് രീതിയിലുള്ള കണക്ഷൻസ് പോസിബിൾ ആണ്. ഇതിലേക്ക് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ ബയാസിംഗ് എന്ന് പറയും. അത് രണ്ട് രീതിയിൽ പറ്റും. ഒന്ന് ഫോർവേഡ് ബയാസിംഗ് പോസിബിൾ ആണ്, ഫോർവേഡ് ബയാസിംഗ്. രണ്ട് റിവേഴ്സ് ബയാസിംഗ് പോസിബിൾ ആണ്, റിവേഴ്സ് ബയാസിംഗ്. സോ എന്താണ് ഫോർവേഡ് ബയാസിംഗ്? ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് പെട്ടെന്ന് നോക്കാം. ഫോർവേഡ് ബയാസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മുഴുവനായിട്ട് വരയ്ക്കുന്നില്ല, ഈ ബോക്സ് പോലെ ഞാൻ വരയ്ക്കുന്നത്, ഞാൻ ഡയറക്റ്റ് ഇത് വെച്ച് തന്നെ റെപ്രസെന്റ് ചെയ്യുവാണ്. ഒരു ഡയോഡിന്റെ പി സൈഡിനെ ബാറ്ററിയുടെ, അതായത് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ബാറ്ററിയുടെ പോസിറ്റീവ് സൈഡിനോടും, ദിസ് ഈസ് പോസിറ്റീവ്, ആൻഡ് എൻ റീജിയനെ നെഗറ്റീവ് സൈഡിനോട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷനിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഡയോഡ് എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ഒരു അപ്രോക്സിമേറ്റ് വോൾട്ടേജ് അതിന് കിട്ടിക്കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാം. നമ്മളൊരു പൊട്ടൻഷ്യൽ കൊടുക്കുന്നു. തൽക്കാലം ഇങ്ങോട്ട് മാറ്റാണ്. ഇവിടെ ഞാൻ ഒരു വോൾട്ടേജ് കൊടുക്കുന്നു. വോൾട്ടേജ് കൊടുക്കുമ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണ്. അങ്ങനെ ഞാൻ പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുമ്പോൾ ഈ പോസിറ്റീവ്സിന്റെ ബേസിൽ ഈ ഹോൾസ് റിപ്പൽ ചെയ്യുകയും ഈ നെഗറ്റീവിന്റെ ബേസിൽ ഈ ഹോൾ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചാലോചിക്കാം, ഈ പോസിറ്റീവിനെ ഈ നെഗറ്റീവ് അട്രാക്ട് ചെയ്യുന്നു, ഈ നെഗറ്റീവിനെ ഈ പോസിറ്റീവ് അട്രാക്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. രണ്ട് രീതിയിൽ ചിന്തിച്ചാലും ഇവർക്ക് സഫീഷ്യന്റ് എനർജി കിട്ടുകയും ഈ ബാരിയറിനെ ക്രോസ് ചെയ്തുകൊണ്ട്
അപ്പുറത്തേക്ക് പോകാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും. അതായത് ഒരു സഫീഷ്യന്റ് എനർജി, അതായത് സഫീഷ്യന്റ് വോൾട്ടേജ് നമ്മൾ ഫോർവേഡ് ബയാസിംഗിൽ കൊടുത്താൽ ഈ പി എൻ ജംഗ്ഷൻ ഡയോഡിലുള്ള ഇലക്ട്രോണുകൾക്ക് അല്ലെങ്കിൽ ഹോൾസിന് ഈ പൊട്ടൻഷ്യൽ ബാരിയറിനെ ഓവർകം ചെയ്തുകൊണ്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തേക്ക്, അതായത് കണ്ടക്ഷനിൽ പങ്കെടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് പി എൻ ജംഗ്ഷൻ ഡയോഡ് കണ്ടക്ട് ചെയ്യും. സോ ആ ടൈമിൽ പൊട്ടൻഷ്യൽ ബാരിയറിന്റെ വിട്ട് കുറയും. ഓർത്ത് വെച്ചേക്കുക, പൊട്ടൻഷ്യൽ ബാരിയറിന്റെ വിട്ട് കുറയുകയാണ് ചെയ്യുന്നത് ഫോർവേഡ് ബയാസിംഗിൽ പങ്കെടുക്കുന്ന സമയത്ത്. ഓക്കെ, സോ ഫോർവേഡ് ബയാസിംഗിൽ പൊട്ടൻഷ്യൽ ബാരിയറിന്റെ വിട്ട് കുറയും. ഓക്കെ, സോ കണ്ടക്ട് ചെയ്യും. പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയാസിംഗിൽ കണ്ടക്ട് ചെയ്യും. ഓർത്ത് വെച്ചേക്കുക, അതിന്റെ റീസൺ ഇതാണ്. നെക്സ്റ്റ് റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുന്നത്, റിവേഴ്സ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ ഇതാണ്, ഞാനൊരു പി എൻ ജംഗ്ഷൻ ഡയോഡ് വരയ്ക്കുകയാണ് ഇവിടെ. പി റീജിയനെ ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും എൻ റീജിയനെ ബാറ്ററിയുടെ പോസിറ്റീവിലേക്കും കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പി എൻ ജംഗ്ഷൻ ഡയോഡ് എടുക്കുവാണെങ്കിൽ പി ഉണ്ട്, എൻ ഉണ്ട്. പിയിൽ കുറെ പോസിറ്റീവ് ഉണ്ട്, എന്നിൽ കുറെ നെഗറ്റീവ് ഉണ്ട്. ഓക്കെ, സോ നമ്മളൊരു നെഗറ്റീവ് പിയിലേക്കും പോസിറ്റീവ് എന്നിലേക്കും കൊടുത്താൽ ഇതിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യും. ഈ നെഗറ്റീവ് ഈ പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യും, ഈ ഇലക്ട്രോൺസിന് ഈ പോസിറ്റീവ് അട്രാക്ട് ചെയ്യും. സോ ബാരിയറിനെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല അവർക്ക്. സോ അങ്ങോട്ടേക്ക് ബാരിയറിനെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ബാരിയറിനെ കൂടുകയാണ് ചെയ്യുന്നത്. മീൻസ് ഈ ഒരു അട്രാക്ഷന്റെ ബേസിൽ, ബാറ്ററിയുടെ അട്രാക്ഷന്റെ ബേസിൽ. അതായത് നിങ്ങളൊരു ബാറ്ററി തിരിച്ചിട്ടാൽ അത് വർക്ക് ചെയ്യില്ലെന്നർത്ഥം. പി എൻ ജംഗ്ഷൻ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. നിങ്ങളൊരു LED എടുക്കുകയാണെങ്കിൽ LED എന്തിന് എക്സാമ്പിൾ ആണ്? LED എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഡയോഡാണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയും. ഇതിന് രണ്ട് കണക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ LED രണ്ട് കണക്ഷൻസ് ഉണ്ട്. ഒരെണ്ണത്തിന് ലെങ്ത് കൂടുതലായിരിക്കും, ദിസ് ഇസ് പോസിറ്റീവ് ആക്ച്വലി. ഒരെണ്ണത്തിന് ലെങ്ത് കുറവായിരിക്കും, അതാണ് നെഗറ്റീവ്. അപ്പൊ നിങ്ങൾ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് ടു പോസിറ്റീവും നെഗറ്റീവ് ടു നെഗറ്റീവും കണക്ട് ചെയ്യണം. ഓക്കെ, കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്താലാണ് LED ഗ്ലോ ചെയ്യുന്നത്. ബിക്കോസ് ഇത് ഫോർവേഡ് ബയാസിംഗിലാണ്. തിരിച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് അത് റിവേഴ്സ് ബയാസിംഗിലാണ്. കണക്ട് ചെയ്യുന്ന സമയത്ത് കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, സോ റിവേഴ്സ് ബയാസിംഗിൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. ഫോർവേഡ് ബയാസിംഗിൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് കണ്ടക്ട് ചെയ്യും. സോ ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ആക്ച്വലി നമ്മൾ എൻ ടൈപ്പും പി ടൈപ്പും വരയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പറയുന്ന സമയത്ത് ഇവിടെ രണ്ട് ഡിഫറെന്റ് ലെവൽസ് ഉണ്ടാവുന്നുണ്ട്. നമ്മളിപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ പറയുവാണെങ്കിൽ, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഞാൻ പറഞ്ഞു പെന്റാവലന്റ് ഇമ്പ്യൂരിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൻ്റെ അകത്ത് കണ്ടക്ഷൻ കൂടും. ഇവിടെ ഒരു ലെവൽ, എക്സ്ട്രാ ലെവൽ ഉണ്ടാവുന്നുണ്ട്. ഈ ലെവലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോണർ ലെവൽ എന്ന് പറയും. ബിക്കോസ് നമ്മൾ ആഡ് ചെയ്യുന്ന ഫോസ്ഫറസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളുടെ പെന്റാവലന്റ് ഇമ്പ്യൂരിറ്റീസ്, അവരുടെ ഒരു എനർജി ലെവലാണ് ഈ ഡോണർ ലെവൽ എന്ന് കാണിക്കുന്നത്. അവര് ആക്ച്വലി എന്ത് ചെയ്യുവാണ്? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഡോണർ ലെവൽ വിച്ച് ഈസ് ജസ്റ്റ് ബിലോ ദാറ്റ് കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡിന്റെ തൊട്ട് താഴെയായിരിക്കും ഈ പറയുന്ന നമ്മളുടെ ഡോണർ ലെവൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ പി ടൈപ്പ് മെറ്റീരിയലിൽ നമ്മൾ എനർജി ബാൻഡ് ഡയഗ്രം നോക്കുകയാണെങ്കിൽ അതിലും പി ടൈപ്പ് മെറ്റീരിയലും ആക്ച്വലി നമ്മൾ കണ്ടക്ഷൻ ബാൻഡും അതുപോലെ തന്നെ വാലൻസ് ബാൻഡും ഒക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ അകത്ത് അക്സെപ്റ്റർ ലെവൽ എന്നാണ് അറിയുന്നത്. ബിക്കോസ് ഹോൾസ് ആണ്, ഹോൾസ് ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അക്സെപ്റ്റർ ലെവൽ എന്ന് പറയുന്നത് ഏകദേശം വാലൻസ് ബാൻഡ്, അതായത് വാലൻസ് ബാൻഡിൽ പൊതുവെ ഹോൾസ് ഉണ്ടാകും. ബിക്കോസ് തെർമൽ അജിറ്റേഷൻ വഴിയാണെങ്കിലും ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി കിട്ടി ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരികയും ഇവിടെ ഹോൾസ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പൊ ഹോൾസിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിന്റെ ആ ഒരു റീജിയൻ ആണ്. സോ വാലൻസ് ബാൻഡിന്റെ തൊട്ട് മുകളിലായിരിക്കും അക്സെപ്റ്റർ ലെവൽ ഉണ്ടാവുക. ഓക്കെ, സോ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ശരിക്കും അക്സെപ്റ്റേഴ്സ് ആണ്. സോ അക്സെപ്റ്റർ ലെവൽ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ അത് ജസ്റ്റ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം, നോ പ്രോബ്ലം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അത് പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, സോ എന്താണ് ഫോർവേഡ് ബയാസിംഗ്, എന്താണ് റിവേഴ്സ് ബയാസിംഗ് എന്ന് കൃത്യമായിട്ട് പഠിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ ലാസ്റ്റ് സെക്ഷൻ ആണ്. ദാറ്റ് ഈസ് റിവേഴ്സ് ബയാസ്, സോറി റെക്ടിഫയർ. നമുക്ക് റെക്ടിഫയറിലേക്ക് പോവാം.
ഞാനൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഇവിടെ എടുത്തായിരുന്നു. യെസ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് സൂം ചെയ്യാം. രണ്ട് ചോദ്യങ്ങൾ ഇത് പലതവണ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ കണ്ടൊരു സ്ക്രീൻഷോട്ട് എടുക്കുന്നേ ഉള്ളൂ. സോ ഡ്രോ ലേബിൾഡ് ഡയഗ്രാം ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഫുൾ വേവ് റെക്ടിഫയറും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സോ ആദ്യം ഞാൻ ഹാഫ് വേവ് റെക്ടിഫയർ പറയാം, അതിനുശേഷം ഫുൾ വേവിലേക്ക് പോകും. അതിനു മുമ്പ് എന്താണ് റെക്ടിഫയർ എന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. വാട്ട് യു മീൻ ബൈ റെക്ടിഫയർ? റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് എ സി വോൾട്ടേജ് ഇൻ ടു ഡി സി വോൾട്ടേജ്. നമ്മൾ സാധാരണ എ സി കാണിക്കുന്നത് രീതിയിൽ സോറി തിക്നെസ് കുറച്ച് കുറയ്ക്കും. ഓക്കെ, സോ സാധാരണ രീതിയിൽ നമ്മൾ എ സി കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇത് എ സി ആണെന്ന് വിചാരിക്കുക, എ സി. അതേസമയം ഡി സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്. കോൺസ്റ്റന്റ് വോൾട്ടേജ് നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ബട്ട് ഇവിടെ റെക്ടിഫയർ എന്ന് പറയുന്നത് എ സിനെ ഡി സി ആക്കി മാറ്റുന്ന ഒരു ഡിവൈസ് ആണ്, വിച്ച് കൺവേർട്സ് എ സി ടു ഡി സി. ബട്ട് നമുക്ക് ഫസ്റ്റ് പ്രൈമറി ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല ആക്ച്വലി. ഒന്നെങ്കിൽ നമുക്ക് ഇടവിട്ടുള്ള ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക, അല്ലെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഈ ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. സോ ഇങ്ങനെയാണ് ഔട്ട്പുട്ട്. അതായത് നെഗറ്റീവിന് ചോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവ് സെക്ഷൻ അവിടെ ഉണ്ടാവില്ല, പോസിറ്റീവ് സെക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ പോസിറ്റീവ് സെക്ഷനെ വീണ്ടും നമ്മൾ ഫിൽട്ടർ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടാണ്, മീൻസ് ഒരു കപ്പാസിറ്റർ സർക്യൂട്ടാണ് നമ്മൾ കോൺസ്റ്റന്റ് ഡി സി ഉണ്ടാക്കിയെടുക്കുന്നത്. സോ അതിലേക്ക് നമ്മൾ ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ ഫസ്റ്റ് പറയുന്നത് എന്താണ് റെക്ടിഫയർ. റെക്ടിഫയർ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് എ സി വോൾട്ടേജ് ഇൻ ടു ഡി സി വോൾട്ടേജ്. എ സിനെ ഡി സി ആക്കി മാറ്റുന്നതാണ് റെക്ടിഫയർ. നമ്മൾ വീടുകളിലൊക്കെ മൊബൈൽ ചാർജ് ചെയ്യാറില്ലേ? നിങ്ങൾ എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ വീട്ടിലെ പ്ലഗ് പോയിന്റിൽ നിന്നാണ് ഇത് ചാർജ് ചെയ്യുന്നത്. സോ വീട്ടിലെ പ്ലഗ് പോയിന്റിൽ വരുന്ന വോൾട്ടേജ് അപ്രോക്സിമേറ്റ്ലി 220 വോൾട്ടേജ് ആണെന്നും അത് എ സി ആണെന്നും നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷെ നമ്മളുടെ മൊബൈൽ ഉപയോഗിക്കുന്നത്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് പറയുകയാണ്, മൊബൈൽ ഉപയോഗിക്കുന്നത് 12 വോൾട്ട് ആണ് മാക്സിമം വോൾട്ടേജ് എന്ന് വിചാരിക്കുക. അതിന് വേണ്ടത് ഡി സി ആണ്. അപ്പോൾ 220 വോൾട്ട് ഉള്ള നമ്മളുടെ എ സിനെ 12 വോൾട്ടേജ് ഉള്ള ഡി സിയിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ ഡയറക്റ്റ് കണക്ട് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ അടിച്ചു പോകും. സോ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ഒരു അഡാപ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഇത് കണക്ട് ചെയ്യുന്നത്. അഡാപ്റ്ററിന്റെ പ്രത്യേകത എന്താണ്? അഡാപ്റ്ററിനുള്ളിൽ ഈ കൺവേർഷൻ നടക്കുന്നുണ്ട്. അതായത് അതിൻ്റെ അകത്ത് ഒരു റെക്ടിഫയർ സർക്യൂട്ട് ഉണ്ട്. അത് എ സിനെ ഡി സി ആക്കി മാറ്റുന്നുണ്ട്. എ സിനെ ഡി സി ആക്കി മാറ്റി, എ സിനെ ഡി സി ആക്കുക മാത്രമല്ല, നിങ്ങൾക്കറിയാം എന്താണ് നമ്മളൊരു 220 വോൾട്ടിനെ 12 വോൾട്ടേജ് ആക്കി മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടേ? അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം. ആൻസർ, നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. സോ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത ശേഷമായിരിക്കും നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഡയഗ്രാം വരയ്ക്കണം. ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രാം വരയ്ക്കാം. ഇവിടെ വരച്ചാൽ തന്നെ കുറച്ചിങ്ങോട്ട് മാറ്റാം, ബിക്കോസ് അവിടെ പ്രശ്നമാണ്. നിങ്ങൾ കാണുമ്പോൾ എൻ്റെ തലയുണ്ടാവും അവിടെ. സോ ഞാനിവിടെ ഹാഫ് വേവ് റെക്ടിഫയർ വരയ്ക്കുവാണ്. സോ ദിസ് ഈസ് എ ഹാഫ്. അങ്ങോട്ട് ശരിയാവണില്ലല്ലോ. ഞാൻ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ഇത്തിരി മാറ്റി ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലുണ്ടാവും പ്രൈമറിയിൽ. ഇത് ഫസ്റ്റ് വരയ്ക്കുന്ന ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. സെക്കൻഡറിയിലെ ടേൺസിന് എണ്ണം കൂടുതലായിരിക്കും. ഞാനൊരു എ സി ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്. സോ ഇതിന്റെ ഔട്ട്പുട്ട് ഞാനൊരു ഡയോഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ഈ ഡയോഡിന്റെ ഔട്ട്പുട്ട് ഞാനൊരു റെസിസ്റ്റർ വഴി, അല്ലെങ്കിൽ ഒരു ലോഡ് റെസിസ്റ്റർ വഴി ഔട്ട്പുട്ട് എടുക്കുന്നു. ഓക്കെ, ദിസ് ഇസ് മൈ ഔട്ട്പുട്ട്. ഇത് നിങ്ങൾക്ക് ഈ ലോഡ് റെസിസ്റ്റർ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു ഡിവൈസോ എന്തോ ആവാം. ഇവിടെ ഒരു ബൾബ് വെക്കാം, LED വെക്കാം, ഫാൻ വെക്കാം, അങ്ങനെ എന്തോ ആവാം. ദിസ് ഈസ് എ ലോഡ്. ലോഡിലേക്ക് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നു, അല്ലെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് നിങ്ങൾ എഴുതിയാൽ മതി. ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ റെസിസ്റ്ററിനെ ക്രോസ് ഡ്രോപ്പ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിന്റെ വർക്കിംഗ്? നമുക്കറിയാം. നമ്മളിത് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേവ് ഫോമും കൂടെ ജസ്റ്റ് ഇവിടെ ഒന്ന് വരയ്ക്കുവാണ്. നമ്മുടെ ഇൻപുട്ട് വേവ് ഫോമും ഔട്ട്പുട്ട് വേവ് ഫോമും ഇതിന്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ഓക്കെ, ഞാനിവിടെ
ഇതാണ് എൻ്റെ ഇൻ ഓക്കെ ഓക്കെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇങ്ങനെയാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് എ സി ആണ്. എ സിയുടെ ഇതിന് നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്നും ഇതിനെ നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്നും പറയും. പോസിറ്റീവ് നെഗറ്റീവ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന വേവ് ഫോം ആണ് അവിടെ ഉണ്ടാവുക. ദിസ് ഇസ് കോൾഡ് എ സി. അപ്പൊ എ സിയിലേക്ക് എ സി വോൾട്ടേജ് നമ്മൾ കൊടുക്കുമ്പോൾ ഡ്യൂറിങ് ഫസ്റ്റ് ഹാഫ് സൈക്കിൾ, ഒന്നാമത്തെ ഹാഫ് സൈക്കിൾ, അതായത് ഇവിടെ തൊട്ട് 0° ടു 180° ഇവിടം വരെ ഉള്ള ആ ഒരു സെക്ഷനിൽ ഇതാ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഇത് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് വരും. മീൻസ് ഹൈ വോൾട്ടേജിന് ലോ വോൾട്ടേജ് ആവും. എന്നിട്ട് നിങ്ങൾക്കറിയാം ഞാൻ പി എൻ ജംഗ്ഷൻ പറഞ്ഞു തന്നു, പി ടു പോസിറ്റീവ് എൻ ടു നെഗറ്റീവ് അല്ലേ കണക്ഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഫോർവേഡ് ബയാസിങ്ങിലായിരിക്കും. ഫോർവേഡ് ബയാസിങ്ങിലാണെങ്കിൽ ഇത് കണ്ടക്ട് ചെയ്യുകയും നമുക്ക് പ്രോപ്പർ ഔട്ട്പുട്ട് ഇവിടെ കിട്ടുകയും ചെയ്യും. സോ ഞാൻ ഇതിനെ ഒന്ന് സൂം ഔട്ട് ചെയ്യുകയാണ്. കാണാമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇതിനെ നേരെ താഴത്തോട്ട് തന്നെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇത് വോൾട്ടേജ് ആണ്. നോക്ക്, ഇവിടെ നമുക്ക് എത്രയാണോ വന്ന ഈ ഒരു ഇത്രയും സെക്ഷൻ ഉണ്ടല്ലോ, ഈ ഇത്രയും സെക്ഷൻ അതുവഴി കടന്നു പോകും. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇത് നമുക്ക് ഇവിടെ കിട്ടും. ബട്ട് നെഗറ്റീവ് സൈക്കിൾ ഇതാ ഈ 180 ടു 360 ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് നെഗറ്റീവ് ഇത് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പിയിലേക്ക് നെഗറ്റീവും എന്നിലേക്ക് പോസിറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് റിവേഴ്സ് ബയാസിങ്ങിലായിരിക്കും. റിവേഴ്സ് ബയാസിങ്ങിലാവുമ്പോൾ കണ്ടക്ട് ചെയ്യില്ല. പി എൻ ജംഗ്ഷൻ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. ദാറ്റ് മീൻസ് ഈ ഒരു സെക്ഷനിൽ ഔട്ട്പുട്ട് 0 ആണ്, ഇതിൽ വോൾട്ടേജ് ഇല്ല. വീണ്ടും അടുത്ത പോസിറ്റീവ് വരുമ്പോൾ വീണ്ടും കണ്ടക്ട് ചെയ്യും, പിന്നെ കണ്ടക്ട് ചെയ്യില്ല. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ പോസിറ്റീവ് സെക്ഷൻ മാത്രമുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട്. ഓക്കെ, സോ ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയറിനെ കുറിച്ച് പഠിച്ചിരിക്കേണ്ടത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇതിന്റെ നെക്സ്റ്റ് ലെവലാണ്, ദാറ്റ് ഈസ് ഫുൾ വേവ് റെക്ടിഫയർ. നേരെ ഫുൾ വേവ് റെക്ടിഫയറിലേക്ക് പോവാണ്. ഫുൾ വേവ് റെക്ടിഫയർ. സോ ഫുൾ വേവ് റെക്ടിഫയറും ആക്ച്വലി എ സിന്ന് ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഫസ്റ്റ് സെക്ഷൻസ് എല്ലാം സെയിം ആണ്. നിങ്ങൾക്കൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടാവും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, അതിലേക്ക് നമ്മൾ എ സി ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്. ലൈക്ക് നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പ് ഡൗൺ. അപ്പൊ നിങ്ങൾ വരയ്ക്കുമ്പോൾ നോക്കുക, പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലും സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് കുറവായിരിക്കും. എന്നിട്ട് ഇതിന് രണ്ട് ഡയോഡുകളിലേക്ക് കണ്ട് ചെയ്യാം. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സെൻട്രൽ ടാപ്പ് എന്ന് പറയുന്ന സെക്ഷൻ ആണ്. ഓക്കെ, ബ്രിഡ്ജ് എന്ന് പറയുന്ന ബ്രിഡ്ജ് റെക്ടിഫയർ എന്ന് പറഞ്ഞൊരു സെക്ഷനും കൂടി ഉണ്ട് ആക്ച്വലി, പക്ഷെ അത് നമുക്ക് പഠിക്കേണ്ട. നമുക്കിവിടെ സെൻട്രൽ ടാപ്പ് മതി. അതായത് ഡയോഡ് D1 ഡയോഡ് D2 ഇവർ രണ്ടുപേരും രണ്ട് ഡയോഡുകളാണ് ഇവിടെ ഉണ്ടാവുക. ഈ രണ്ട് ഡയോഡിന്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ നടുക്കുന്ന ഡയറക്റ്റ് വരയ്ക്കാം, അല്ലെങ്കിൽ നടുക്കുന്ന വേറൊരു കണക്ഷൻ എടുത്തിട്ട് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ തൽക്കാലം ഇവിടെ തന്നെ ഇങ്ങനെ കാണിക്കുവാണ്. ഇതിന്റെ രണ്ടിന്റെ ഔട്ട്പുട്ട് അതാ ഇങ്ങനെ വരും. ലൈക്ക് ഇവിടുന്ന് ഇങ്ങനെ, ഇവിടുന്ന് വരുന്നത് ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്യും. സോ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് ഓർക്കുക. ഇവിടുന്ന് ഇങ്ങനെയാണ് കറണ്ട് പോവേണ്ടത്, ഇവിടുന്ന് ഈ ഡയറക്ഷനിലുമാണ് കറണ്ട് പോകേണ്ടത്. അപ്പൊ ഇതിന്റെ അക്രോസ് ആയിരിക്കും ഞാൻ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഞാൻ തൽക്കാലം ഇവിടെ വരയ്ക്കുകയാണ്. ദിസ് ഇസ് RL ലോഡ് ഔട്ട്പുട്ട്, ഇത് ഇൻപുട്ട്. നോക്കുക, ഇതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വരച്ച പോലെ തന്നെ നമ്മൾ ഇതിന്റെ ഡയഗ്രാം കൂടെ വരച്ചു പോകുന്നതാണ് നല്ലത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. സോ നമ്മൾ ആദ്യം ഒരു AC ഇൻപുട്ട് ആണ് കൊടുക്കുന്നത്. AC ഇൻപുട്ടിന് ഞാൻ തൽക്കാലം ഇങ്ങനെ വരയ്ക്കുകയാണ്. ദിസ് ഈസ് AC ഇൻപുട്ട്. ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇങ്ങനെ വരുമ്പോൾ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ പോസിറ്റീവ് കൊടുക്കുമ്പോൾ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. ഇതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരും. ഇത് പോസിറ്റീവോ ഇത് നെഗറ്റീവോ നിങ്ങൾ ഇങ്ങനെ തന്നെ വരച്ചു. പക്ഷേ നിങ്ങൾക്ക് ഇതിന്റെ ഇടയ്ക്ക് ഇതാ ഇത് കണ്ടോ, ഇവിടെ നിന്നാണ് നമ്മൾ സെൻട്രൽ ടാപ്പ് എന്ന് പറയുന്നത്. നടുക്കുന്നാണ് അതിന്റെ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പൊ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആയിട്ട് മാറും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ പോസിറ്റീവ് ഈ ഡയോഡ് D1ന്റെ പോസിറ്റീവ് ടു പി ആൻഡ് നെഗറ്റീവ് ടു നെഗറ്റീവ്. സോ ഇത് ഫോർവേഡ് ബയാസിങ്ങിലായിരിക്കും. ജസ്റ്റ് ഇവിടെ വീണ്ടും വരയ്ക്കാം. എൻ്റെ എഴുതുന്ന ഡിവൈസ് ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ,
ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അതൊരു എക്സ് വൈ ആക്സിസ് ആണ്. എക്സ് വൈ ആക്സിസ് ഓക്കെ അത് വെച്ച് തന്നെ വരയ്ക്കും. ഓക്കെ, സോ ഇതിൽ നമ്മൾ വരയ്ക്കുമ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ദാറ്റ് മീൻസ് 0 to 180 ഡിഗ്രിയുടെ ആ ഒരു സെക്ഷനിൽ ഡയോഡ് D1 എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ബിക്കോസ് D1 പോസിറ്റീവ് ടു പി, നെഗറ്റീവ് ടു എൻ, അങ്ങനെയാണ്. അപ്പോൾ ഡയോഡ് D1 കണ്ടക്ട് ചെയ്യും. D1 ഫോർവേഡ് ബയാസിലായിരിക്കും, D2 റിവേഴ്സ് ബയാസിലായിരിക്കും. അപ്പൊ D1 കണ്ടക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും ദാ ഇങ്ങനെ. D1ന്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത്തെ സൈക്കിൾ, അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് അത് 180 to 360യുടെ സെക്ഷനിൽ ഇവിടെ നമുക്ക് വേറെ കളർ യൂസ് ചെയ്യാം. ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഇത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ വീണ്ടും ഇവിടെ നെഗറ്റീവ് ആകും, ഇവിടെ പോസിറ്റീവ് ആകും. നിങ്ങൾ ആ കളർ നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ്. നിങ്ങൾ നോക്ക്, നെഗറ്റീവ് ടു പി, എൻ ടു പോസിറ്റീവ്, ഇത് റിവേഴ്സ് ബയാസിങ്ങിലാണ്. D1 റിവേഴ്സ് ബയാസിങ്ങിലാണ്. അടുത്തത് ഈ ഡയോഡ് നമ്മൾ എടുത്തു നോക്കുമ്പോഴോ നെഗറ്റീവ് ടു നെഗറ്റീവ്, പോസിറ്റീവ് ടു പോസിറ്റീവ്, D2 ഫോർവേഡ് ബയാസിങ്ങിലും ആയിരിക്കും. അപ്പോൾ D2 കണ്ടക്ട് ചെയ്യും, D1 കണ്ടക്ട് ചെയ്യില്ല. D2 കണ്ടക്ട് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതാ ഇങ്ങനെയാണ്. സോ അതുകൊണ്ട് D2ൻ്റെത് റിവേഴ്സ് ചെയ്ത് ഇങ്ങനെ പോസിറ്റീവ് സൈഡിലേക്കായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. പോസിറ്റീവ്. സോ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഇങ്ങനെ അത് നെഗറ്റീവിനെ ചോപ്പ് ചെയ്ത്, നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവ് മാത്രമുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതാണ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട്, ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട്. പക്ഷേ ഈ ഔട്ട്പുട്ടിനെ നമ്മളൊരു ഫിൽട്ടർ സർക്യൂട്ടിലേക്ക് കൊടുത്തിട്ടാണ് DC ആയിട്ട് പക്കായിട്ട് മാറ്റുന്നത്. ഫിൽട്ടർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഔട്ട്പുട്ട് സെക്ഷൻ ഉണ്ടല്ലോ, ഈ ഔട്ട്പുട്ട് സെക്ഷനിൽ നിന്ന് നിങ്ങളൊരു പാരലൽ കപ്പാസിറ്റി സർക്യൂട്ട് കൊടുക്കും. ഇങ്ങനെ ഇത് ഒരെണ്ണമല്ല, മൾട്ടിപ്പിൾ കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി പറയുന്ന, ഇതിന് അക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു കപ്പാസിറ്റർ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കപ്പാസിറ്ററിന് നിങ്ങൾക്കറിയാം ചാർജിങ്ങും ഡിസ്ചാർജിങ് ചെയ്യുന്ന ഡിവൈസ് ആണ്. കപ്പാസിറ്റർ ചാർജ് ചെയ്യും ഇനിഷ്യലി ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് മാക്സിമം എത്തും. എന്നിട്ട് ഇവിടെ വോൾട്ടേജ് കുറയും, കപ്പാസിറ്ററിൽ ഡിസ്ചാർജിങ് നടക്കുന്ന പതുക്കെ ആയിരിക്കും. സോ കപ്പാസിറ്ററിന്റെ ഔട്ട്പുട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ കപ്പാസിറ്റർ പതിയെ ഡിസ്ചാർജ് ചെയ്ത് ഏകദേശം കുറഞ്ഞു വരുമ്പോൾ വീണ്ടും നമ്മുടെ അടുത്ത ഇൻപുട്ട് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ വീണ്ടും കപ്പാസിറ്റർ ചാർജ് ആവും, ഡിസ്ചാർജ് ആവും, ചാർജ് ആവും, ഡിസ്ചാർജ് ആവും. അപ്പൊ നിങ്ങൾ ഈ ഒരു വൈറ്റ് ഔട്ട്പുട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യം ഒരു ചാർജ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ കൂടി കുറഞ്ഞ് ഇങ്ങനെ വരുന്ന ഒരു എന്താണ് ഔട്ട്പുട്ട് ആയിട്ടാണ്. ഈ ഔട്ട്പുട്ടിനെ വീണ്ടും ഒരു ഫിൽട്ടർ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ലെവൽ ചെയ്ത് കിട്ടുന്ന DC ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും. സോ ഇത് ഈ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡിസൈൻ അനുസരിച്ചാണ് അത് ചെയ്തു പോകുന്നത്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഹാഫ് വേവ് അല്ലെങ്കിൽ ഫുൾ വേവ് റെക്ടിഫയർ മാത്രം മതി. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഏതെങ്കിലും കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഞങ്ങളെയും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.